രജിത് കുമാറിനോട് എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു കുഞ്ഞിന് വേണ്ടി ചിന്തിക്കുന്നില്ല? നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ട്, അറിവുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീനിലൂടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് അത്രത്തോളം അറിവുണ്ടായിരിക്കും എന്നുള്ള ആങ്കറുടെ ഒരു മാന്യമായ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കേൾക്കുന്നത്. നല്ല ഗുണനിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജീൻ ഉണർന്നിരിക്കുന്ന ജീനുകൾ തന്നെയാണ് എന്റെ ബീജത്തിൽ അല്ലെങ്കിൽ സ്പേംസിലുള്ളത്. പുറം കൊണ്ട് സൗന്ദര്യം ഉണ്ടാവുകയും അകം കൊണ്ട് യേശുദേവൻ പറഞ്ഞതുപോലെ വാശി, വൈരാഗ്യം, ദേഷ്യം, ഗുസ്തി, പിടിവാശി, ദുർബുദ്ധി, സൂത്രവും ഈ തരത്തിലാണെങ്കിൽ ആ കുഞ്ഞിന്റെ ജീനുകൾ, അവിടെ നിന്നുള്ള അണ്ടത്തിലെ ജീനുകൾ ഈ നെഗറ്റീവ് സാധനം തന്നെയാണെങ്കിൽ എന്റെ ഈ ബീജത്തിലെ നല്ല ജീനും ആ അണ്ടത്തിലെ മോശപ്പെട്ട ജീനും കൂടെ ചേർന്നതിന് ശേഷം അതാണ് കൊച്ചിന് തന്നെ കൺഫ്യൂഷൻ ആവില്ല. ഞാൻ എന്താവും ഒത്തിരി കൺഫ്യൂഷൻ ആകും. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് രജിത് കുമാർ ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് വേണ്ട എന്ന് വെച്ചത്. കാര്യം രജിത് കുമാർ ജീൻ നല്ലതാണ്, കാരണം നമ്മൾ മറക്കരുത്, രജിത് കുമാർ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ നല്ല ജീനെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ട് നോക്കണം. അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ PTA മീറ്റിംഗിന് ഞാൻ ചെല്ലുമ്പോൾ പിള്ളേർ അവനോട് ചോദിക്കും, നിന്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ടല്ലോ. അതും ഒരു റീസൺ ആണ് കുഞ്ഞിനെ ജനിപ്പിക്കാതിരിക്കാനുള്ള, കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാനുള്ള രജിത് കുമാറിന്റെ റീസൺസ് നിങ്ങൾ കേൾക്കണം. ഈ ലോകത്ത് കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനായിട്ട് പല റീസൺസ് നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. രജിത് കുമാറിന്റെ സ്പെഷ്യൽ റീസൺസ് ഇതൊക്കെയാണ്. കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രജിത് കുമാർ പോകുന്നു PTA മീറ്റിംഗിന്, ഇത് നിന്റെ അപ്പൂപ്പനാണല്ലോ എന്ന് ചോദിക്കുന്നത്. ആ കുഞ്ഞിന് ഒരു കളിയാക്കലാകുന്നതോടെ രജിത് കുമാർ എന്ത് ചെയ്യുന്നില്ല, ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുകയാണ്. അത് ഒന്നാമത്തെ റീസൺ ആണ്. ഷണ്ടനായി ജനിക്കുന്നവരുണ്ട്, ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നവരുണ്ട്. ബൈബിൾ വരുന്നു ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടനാകുന്നവരുണ്ട്. ഷണ്ടനായി ജനിക്കുന്നവരുണ്ട്, ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നവരുണ്ട്. പക്ഷേ ഞാൻ സ്വയം ഷണ്ടനാണെന്ന് പറയുകയാണെന്നാണ് രജിത് കുമാർ പറയുന്നത്. ഈ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒത്തിരി നോളജ് ഉണ്ട്, അല്ലേ, ഒത്തിരി അറിവുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, പുള്ളിക്കാരന് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അതിനൊത്ത വിവരം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് രജിത് കുമാർ വിളിച്ച് പറയുന്നത്. റീസൺസ് എല്ലാം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും.